നിലമ്പൂർ പൂക്കോട്ടുംപാടത്താണ് കരടിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്രവാതിൽ തകർന്നുകൊണ്ട് കരടിയുടെ പരാക്രമം ഉണ്ടായി. പ്രദേശവാസികൾ തന്നെ നമ്മോട് ചേർന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? അത് പുലർച്ചെ ഒരു 5-5:30 മണിക്കാണെന്നാണ് പറയുന്നത്. അത് ഞങ്ങൾ ഇവിടെ എല്ലാം താമസിക്കുവാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത വീട്ടുകാർ ഒരു 5-5:30 മണിയാകുമ്പോൾ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ആരും ഡോറ് ശക്തിയായിട്ട് തള്ളണ മാതിരിയാണ് ശബ്ദം തോന്നിയത്. അപ്പോൾ അത് അവർ അത്ര മൈൻഡ് ചെയ്തില്ല. കാരണം അത് അങ്ങനെ പ്രശ്നങ്ങളില്ലല്ലോ ഇവിടെ നിന്ന്, അങ്ങനെ ഇങ്ങനെ അക്രമങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. എന്നിട്ട് അകത്ത് കയറി, പിന്നെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി, പിന്നെ അതിനകത്തുള്ള എണ്ണയും നെയ്യും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് പിന്നെ അതിന് ആ 2 റൂമുണ്ട്. ആ 2 റൂമിലൂടെയും അത് കുറേ പരാക്രമങ്ങളൊക്കെ കാണിച്ച് അവിടെ ഇപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തട്ടിമറിച്ചിട്ട് പുറത്തേക്ക് പോകുന്നു. പിന്നെ ഇവിടെ ഒരു പെട്ടിയുണ്ട് എണ്ണയൊക്കെ സൂക്ഷിക്കണേ, അത് മറയ്ക്കാൻ ശ്രമിച്ചു. അത് കഴിയാതെ വന്നപ്പോൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയതായിരിക്കും. ജനവാസ മേഖലയാണ്, അപ്പോൾ ആളുകളൊക്കെ കൂടുതലായി ഈ മേഖലയിലൊക്കെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഒരു ആശങ്ക ഉണ്ടാവുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര ഭീതിയിലാണ്. ആശങ്ക എന്ന് പറഞ്ഞാൽ ഭീതിയിലാണ്. കാരണം ചെറിയ കുട്ടികളടക്കം നമ്മൾ ഇവിടെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഏരിയയാണ്. അപ്പോൾ ഇതിന് സമാനമായൊരു സംഭവം അടുത്ത് തന്നെ 1 കിലോമീറ്റർ അകലെയുള്ള ഒരു അമ്പലത്തിൽ നിന്ന് നമ്മൾ ഈ കരടിയെ പിടികൂടുകയും അതോടുകൂടി ശല്യം തീർന്നു എന്ന് കരുതി സമാധാനിച്ച് നിൽക്കുമ്പോഴാണ് രണ്ടാമത്തെ ഈ സംഭവം ഉണ്ടായത്. അപ്പം ഞങ്ങൾ വളരെയധികം ഭീതിയിലാണ്. ഞങ്ങൾക്ക് ഇതിന് വേണ്ട നടപടികൾ അധികൃതരുടെ നേതൃത്വത്തിൽ എടുത്തു തരണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്തരത്തിലൊരു ഭീതി തന്നെയാണ് ജനങ്ങൾക്കുള്ളത്. നിലമ്പൂരിലെ ഏറ്റവും വലിയ ജീവൽ പ്രശ്നം അതേതാണെന്ന് ചോദിച്ചാൽ അത് മനുഷ്യ വന്യജീവി സംഘർഷം, വന്യജീവി ആക്രമണം തന്നെയാണ്. അതിൻ്റെ ഉദാഹരണം ഈ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം. പ്രജോഷ് കുമാറിനൊപ്പം അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, നിലമ്പൂർ.